യെശയ്യാ ആമുഖം BC 8-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ 740 മുതൽ 700 വരെ പ്രവാചക ദൗത്യം നിറവേറ്റിയ വ്യക്തിയാണ് യെശയ്യാ. ഇക്കാലയളവിൽ യഥാക്രമം ഉസിയ, യോഥാം, ആഹാസ്, ഹെസക്കിയ എന്നിവർ യൂദായിൽ ഭരണം നടത്തി. യെശയ്യാ 1:1 ആദ്യത്തെ 39 അധ്യായങ്ങളിലാണ് ഈ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വിവരിച്ചിരിക്കുന്നത്. തുടർന്നുള്ള അധ്യായങ്ങളുടെ ഉള്ളടക്കവും കാലസൂചനകളും ഗണിക്കുമ്പോൾ അവ യെശയ്യായുടെ തൂലികയിൽ നിന്ന് വന്നതാകാൻ വിഷമമാണ്. ഗ്രന്ഥകർത്താവ് അജ്ഞാതനായിരിക്കെ സൗകര്യാർത്ഥം 40 മുതൽ 55 അധ്യായങ്ങളെ രണ്ടാം യെശയ്യാ എന്നും 56 മുതൽ 66 അധ്യായങ്ങളെ മൂന്നാം യെശയ്യാ എന്നും തിരിക്കാറുണ്ട്. രണ്ടാം യെശയ്യാ ബാബിലോണിൽ പ്രവാസത്തിൽ കഴിയുന്നവരെയും മൂന്നാം യെശയ്യാ പ്രവാസം കഴിഞ്ഞ് ജെറുസലേമിൽ തിരിച്ചെത്തിയവരെയുമാണ് അഭിസംബോധന ചെയ്യുന്നത്. ശക്തമായ ഒരു ദൈവാനുഭവത്തോടെയാണ് പ്രവാചക ദൗത്യം ആരംഭിക്കുക. 6:1 മുതൽ 13 യൂദായിലെ രാഷ്ട്രീയ നീക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ് പ്രവാചകൻ്റെ പ്രവർത്തനം. പ്രതിസന്ധികളിൽ സഹായം തേടി അസറിയായിലേക്കോ ഈജിപ്തിലേക്കോ തിരിയാതെ ചരിത്ര നിയന്താവായ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ധൈര്യം അവലംബിക്കുകയും ചെയ്യാൻ പ്രവാചകൻ ആവർത്തിച്ച് ആഹ്വാനം ചെയ്യുന്നു. പ്രവാചകൻ്റെ ഉപദേശം മറന്ന് പ്രവർത്തിച്ച രാജാക്കന്മാർ പരാജയം വിളിച്ചുവരുത്തി. യൂദായുടെയും ജെറുസലേമിൻ്റെയും ധാർമ്മികാധപതനത്തെ അപലപിക്കുന്ന പ്രവാചകൻ ഇമ്മാനുവേൽ പ്രവചനങ്ങളിലൂടെ പ്രത്യാശ പകരുന്നു. ആശയറ്റ് ദിനങ്ങൾ കഴിക്കുന്ന പ്രവാസികൾക്ക് ആശ്വാസം പകരുന്ന വാക്കുകളാണ് 40 മുതൽ 55 അധ്യായങ്ങളിൽ. ജനത്തിൻ്റെ കഷ്ടത കണ്ട മനസ്സലിഞ്ഞ കർത്താവ് അവരെ രക്ഷിച്ച സ്വഭവനങ്ങളിലെത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞു. ഇസ്രായേലും അവർ വഴി ജനതകളും അനുഗ്രഹീതരാകും. കർത്താവിൻ്റെ ദാസനെ പറ്റിയുള്ള ഗീതങ്ങൾ ഈ ഭാഗത്തെ പ്രത്യേകം ശ്രദ്ധേയമാക്കുന്നു. ഇസ്രായേലിൽ തിരിച്ചെത്തിയവർക്ക് പ്രത്യാശയും ആവേശവും പകരുകയാണ് 56 മുതൽ 66 അധ്യായങ്ങളിൽ. സമഗ്ര വിമോചനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സന്ദേശമാണിവിടെ. സത്യവും നീതിയും യഥാർത്ഥ ആരാധനയും പുലരണം. അങ്ങനെ പുതിയ ആകാശവും പുതിയ ഭൂമിയും സംസ്ഥാപിതമാകും. ഘടന 1:1 മുതൽ 12 6 യൂദായെയും ജെറുസലേമിനെയും കുറിച്ചുള്ള പ്രവചനങ്ങൾ. 6:1 മുതൽ 13 പ്രവാചകനെ ദൗത്യമേൽപ്പിക്കുന്നു. 13:1 മുതൽ 23 18 ജനതകളുടെ മേൽ ശിക്ഷാവിധി. 24:1 മുതൽ 27 13 യുഗാന്ത വീക്ഷണം. 28:1 മുതൽ 35 10 കർത്താവ് മാത്രമാണ് യൂദായെ രക്ഷിക്കുന്നവനും ശത്രുക്കളെ ശിക്ഷിക്കുന്നവനും. 36:1 മുതൽ 39 8 ചരിത്രക്കുറിപ്പുകൾ. പ്രധാനമായും 2 രാജ 18 മുതൽ 20 ആസ്പദമാക്കിയുള്ളത്. 40:1 മുതൽ 48 22 ആശ്വാസവചനങ്ങൾ. പ്രവാസത്തിൽ നിന്ന് തിരിച്ചുവരവ് ആസന്നം. സൈറസ് കർത്താവിൻ്റെ ഉപകരണം. 42:1 മുതൽ 9 ദൈവദാസനെക്കുറിച്ചുള്ള ആദ്യഗീതം. 49:1 മുതൽ 55 13 സിയോന് രക്ഷയും ഐശ്വര്യവും കൈവരും. കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വാസമർപ്പിക്കുക. 49:1 മുതൽ 9 50 4 മുതൽ 9 52 13 മുതൽ 53 12 എന്നിങ്ങനെ ദേവദാസനെക്കുറിച്ചുള്ള 3 ഗീതങ്ങൾ കൂടി. 56:1 മുതൽ 59 21 രക്ഷയും ശിക്ഷയും. അനീതി പ്രവർത്തിക്കുന്നവർ, പ്രത്യേകിച്ച് നേതാക്കന്മാർ, ശിക്ഷയനുഭവിക്കും. 60:1 മുതൽ 62 12 സിയോന് വരാൻ പോകുന്ന മഹത്വം. 63:1 മുതൽ 66 24 ജനതകൾക്ക് ശിക്ഷയും ജനത്തിന് അന്തിമ രക്ഷയും.